ഒരിക്കൽ കൂടി ഭാഗം 1. ഇന്നു മുതൽ പുതിയൊരു സ്റ്റോറിയുമായിട്ട് ഞാൻ ദൃശ്യം വ്ളോഗിൽ വരികയാണ്. ഈ ചാനൽ ഞാൻ നിർത്തിയേക്കായിരുന്നു. പക്ഷേ എന്തോ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. നിങ്ങളെയൊന്നും വിട്ടുപോകാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് പുതിയൊരു കഥയുമായിട്ട് ഞാൻ ഇതിൽ വരുന്നത്. നിങ്ങൾ ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടും എനിക്ക് ഇനിയും തരുമെന്ന പ്രതീക്ഷയോടെ കൂടിയാണ് ഞാൻ പുതിയ സ്റ്റോറിയുമായിട്ട് വരുന്നത്. അപ്പോൾ എല്ലാവരും കഥ കേട്ടിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ പറയാനും മറക്കരുത്. പിന്നെ നമ്മുടെ ദൃശ്യം 2024 വ്ളോഗ് അതിൽ എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യുന്നുണ്ടേ. എല്ലാവരും കേൾക്കണേ. അപ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റോറിയിലേക്ക് പോകാം. ഒരിക്കൽ കൂടി. രാവിലെ അലാറം കേട്ടുകൊണ്ടാണ് ദേവയാനി എഴുന്നേൽക്കുന്നത്. അവൾ കണ്ണു തുറന്ന് ഫോണെടുത്ത് അലാറം ഓഫ് ചെയ്തു. അടുത്ത് കിടക്കുന്ന കുഞ്ഞിനെയും നോക്കി. അവളുടെ ചൂടേറ്റ് കിടന്നുറങ്ങുന്ന മോൻ. അവൾ അവൻ്റെ നെറ്റിയിൽ ഒന്ന് തലോടി. അവൻ്റെ നെറ്റിയിൽ ഒന്ന് മൃദുവായി ചുംബിച്ചു. പിന്നെ അവനെ നന്നായി പുതപ്പിച്ച് കൊടുത്തുകൊണ്ട് അവൾ എഴുന്നേറ്റു. കിച്ചണിലേക്ക് ചെന്നു. സമയം 5:30 ആയിട്ടുള്ളൂ. ഇന്നു മുതൽ ജോലിക്ക് പോവുകയാണ്. താനും തൻ്റെ മകനും മാത്രമുള്ള ജീവിതം ഇവിടെ നിന്നും ആരംഭിക്കുകയാണ്. ആരെയും ആശ്രയിക്കാതെ ജീവിച്ചു തുടങ്ങണമെന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് തുടങ്ങിയ യാത്രയാണ് ഇന്നിവിടെ എത്തി നിൽക്കുന്നത്. അവൾ വേഗം തന്നെ രാവിലത്തേക്കുള്ള ഭക്ഷണവും ഉച്ചയ്ക്ക് കുഞ്ഞിനും അവൾക്കും കൊണ്ടുപോകാനുള്ള ഭക്ഷണവും റെഡിയാക്കി. 6:30-ക്ക് ശേഷമാണ് അവൾ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. വേഗം തന്നെ മുറ്റമെല്ലാം തൂത്ത് വൃത്തിയാക്കി അകത്തേക്ക് കയറി. അപ്പോഴേക്കും ഭക്ഷണമെല്ലാം റെഡിയായിട്ടുണ്ടായിരുന്നു. അവൾ കുഞ്ഞിൻ്റെ അടുത്ത് ചെന്നു. മോനെ, കണ്ണാ, എഴുന്നേൽക്കടാ, ഇന്നു മുതൽ ഡേ കെയറിൽ പോകണ്ടേ? അവൾ മോനെ സ്നേഹത്തോടെ വിളിച്ചു. കുറച്ചു നേരം കൂടി അമ്മ, അവൻ പറഞ്ഞുകൊണ്ടിരുന്നു. മോനെ, സമയമില്ല. ഇനി ഇങ്ങനെ കിടന്നാലേ ശരിയാവില്ല. മോനെ റെഡിയാക്കി ഗീതു ആൻറ്റിയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് വേണം അമ്മയ്ക്ക് ജോലിക്ക് പോകാൻ, അവൾ പറഞ്ഞു. അമ്മേ, അവൻ വീണ്ടും കിടന്ന് ചിണുങ്ങിക്കൊണ്ടിരുന്നു. അമ്മയുടെ പൊന്നല്ലേടാ, എഴുന്നേക്ക്. അപ്പോഴേക്കും അമ്മ പോയി മോന് കുളിക്കാനുള്ള ചൂടുവെള്ളം എടുത്തിട്ട് വരാം. അതും പറഞ്ഞ് അവൾ വേഗം തന്നെ കിച്ചണിലേക്ക് ചെന്നു. അവിടെ മോന് കുളിക്കാനുള്ള വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അവൾ അത് എടുത്തുകൊണ്ട് ബാത്റൂമിലേക്ക് വന്നു. മോനെ പിടിച്ച് വാഷ് ബേസിൻ്റെ അടുത്തേക്ക് നിർത്തി. കണ്ണാടിയിൽ നോക്കി തന്നെ അവൻ്റെ ബ്രഷിൽ പേസ്റ്റ് തേച്ച് അവൻ്റെ കയ്യിലേക്ക് കൊടുത്തു. അവൻ അവളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ബ്രഷ് ചെയ്തു. അതിനുശേഷം അവൾ തന്നെ മോനെ കുളിപ്പിച്ച് ഒരുക്കി കൊടുത്തു. അവന് കഴിക്കാനുള്ള ഭക്ഷണവും കൊണ്ടുപോകാനുള്ള സ്നാക്സും അവൾ പാക്ക് ചെയ്തു. കുടിക്കാനുള്ള വെള്ളവും കുപ്പിയിലാക്കി വെച്ചു. അവന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അവൾ തന്നെ വാരിക്കൊടുത്തു. അമ്മയോട് കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളെല്ലാം പറഞ്ഞ് അവനിരുന്ന് ഭക്ഷണം കഴിച്ചു. മോൻ പോയിരുന്ന് TV കാണ്. അമ്മ പോയി വേഗം റെഡിയായിട്ട് വരാവേ. അതും പറഞ്ഞ് അവൾ വേഗം തന്നെ ഡ്രസ്സ് മാറാനായി പോയി. അവൾ ഒരു കോട്ടൺ സാരിയാണ് ഉടുത്തത്. മുടി പിന്നിയിട്ട് ഒരു ക്ലിപ്പും വെച്ചു. നെറ്റിയിൽ ഒരു പൊട്ടും. രാത്രി കരഞ്ഞതിൻ്റെ അവശേഷിപ്പ് എന്നതുപോലെ കണ്ണിൻ്റെ തടം നന്നായി വീർത്തിരിക്കുന്നു. അതും ആരും കാണാതിരിക്കാൻ നന്നായി കറുപ്പിച്ച് കണ്ണെഴുതി. ടേബിളിൽ ഇരിക്കുന്ന കുങ്കുമച്ചിപ്പിലേക്ക് നോക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. പിന്നെ വേഗം തന്നെ നന്നായി തുടച്ച് അവൾ ബാഗുമെടുത്ത് പുറത്തേക്കിറങ്ങി. മോൻ അപ്പോഴും കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവൾ കുഞ്ഞിനെയും എടുത്ത് പുറത്തേക്കിറങ്ങി. വാതിലടച്ച് മോനെയും കൊണ്ട് അടുത്ത വീട്ടിലേക്ക് ചെന്നു. രാധേച്ചി, അവൾ വിളിച്ചു. അപ്പോൾ 45 വയസ്സിനോട് പ്രായം തോന്നുന്ന ഒരു സ്ത്രീ പുറത്തേക്ക് വന്നു. മോള് ഇറങ്ങാറായോ? ആ ചേച്ചി, ഗീത് പോകുമ്പോൾ മോനെ ഒന്ന് ഡേ കെയറിലാക്കാൻ പറയണേ. അതിനെന്താ, ഗീത് കൊണ്ടുപോയി ആക്കിയില്ലെങ്കിൽ ഞാൻ കൊണ്ടുപോയിക്കോളാം. വൈകിട്ട് ഞാൻ തന്നെ മോനെ കൊണ്ടുവന്നോളാം. നീ ധൈര്യമായിട്ട് പോയിട്ട് വാ. ഗോപച്ചൻ പോകാറായോ? ഇല്ല മോളെ, ഇന്ന് നേരത്തെ പോകണ്ട എന്ന് പറഞ്ഞു. ഇന്നലെ അല്പം വൈകിയാണ് വന്നത്, രാധമ്മ പറഞ്ഞു. അപ്പോഴാണ് അകത്തുനിന്ന് ഗീതു വന്നത്. ചേച്ചി ഇറങ്ങാറായോ? ആ മോളെ, ഞാൻ പോവുകയാണ്. ഇന്ന് ആദ്യത്തെ ദിവസമായിട്ട് വൈകണ്ടല്ലോ. പിന്നെ കാര്യങ്ങളെല്ലാം ഒന്ന് പഠിക്കണമല്ലോ, അതുകൊണ്ടാണ്, അവൾ പറഞ്ഞു. ദേവു ചേച്ചി, മോനെ ഞാൻ നോക്കിക്കോളാട്ടോ. ടെൻഷനൊന്നും അടിക്കണ്ട, ധൈര്യമായിട്ട് പോയിട്ട് വാട്ടോ, ഗീതു പറഞ്ഞു. ഗീതുവിൻ്റെ കവളിൽ അവളൊന്ന് തൊട്ടു. മോനെ, അമ്മ പോയിട്ട് വരാവേ, കുറുമ്പൊന്നും കാണിക്കാതെ ഇരിക്കണേ, അവൾ മോനോട് പറഞ്ഞുകൊണ്ട് അവൻ്റെ കവളിൽ ഒന്ന് ചുംബിച്ചു. വേഗം തന്നെ വണ്ടി എടുക്കാനായി പോയി. അവൾ അവളുടെ വണ്ടിയുടെ അടുത്തേക്ക് പോയി. വണ്ടി സ്റ്റാർട്ട് ചെയ്തു. കുഞ്ഞിനും ഗീതുവിനും ടാറ്റ കൊടുത്ത് അവൾ പോയി. പലതരം ചിന്തകളുമായി അവൾ വണ്ടി ഓടിച്ചു.
അരമണിക്കൂർ യാത്രയ്ക്കൊടുവിൽ വണ്ടി ടൗണിലെ ഏറ്റവും വലിയൊരു ടെക്സ്റ്റൈൽസിൻ്റെ മുന്നിലാണ് ചെന്ന് നിന്നത്. അവൾ ഹെൽമറ്റ് ഊരി ആ വലിയ ബിൽഡിങ്ങിലേക്ക് നോക്കി. ഒരു ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് അവൾ ടു വീലർ പാർക്കിങ്ങിലേക്ക് വെച്ചു. ചെറിയ രീതിയിൽ ഷട്ടർ പൊക്കിയിട്ടുണ്ട്. മുഴുവനായിട്ടും തുറന്നിട്ടില്ല. അതിന് ഉള്ള സമയമാകുന്നതേയുള്ളൂ എന്ന് അവൾക്ക് മനസ്സിലായിരുന്നു. അവൾ ബാഗും കയ്യിലെടുത്തുകൊണ്ട് പതിയെ അങ്ങോട്ട് ചെന്നു. അവളെ കണ്ടതും സെക്യൂരിറ്റി, "മേഡം, ഷോപ്പ് ഓപ്പൺ ആയിട്ടില്ല," അയാൾ പറഞ്ഞു. "അത് ചേട്ടാ, ഞാൻ ഇവിടെ ജോലിക്ക് വന്നതാണ്. ഇന്നും വന്ന് ജോയിൻ ചെയ്യാൻ പറഞ്ഞിരുന്നു," അവൾ പറഞ്ഞു. "ആണോ? എന്നകത്തേക്ക് ചെന്നോളൂ," അയാൾ പറഞ്ഞു. അവൾ ഒന്ന് ചെറുതായി തല കുനിച്ചുകൊണ്ട് ഷട്ടറിനുള്ളിൽ കൂടി അകത്തേക്ക് ചെന്നു. അവൾ അകത്തേക്ക് കടക്കുമ്പോൾ 3-4 സ്റ്റാഫുകൾ ഫ്ലോർ ക്ലീൻ ചെയ്യുന്നുണ്ട്. കുറേ പേർ ഡ്രസ്സെല്ലാം അടക്കി വയ്ക്കുന്നു. അവളെ കണ്ടതും ഒരാൾ അടുത്തേക്ക് വന്നു. "മേഡം, ഷോപ്പ് ഓപ്പൺ ആവാൻ സമയമാകുന്നതേയുള്ളൂ," അയാൾ കയ്യിലെ വാച്ചിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. "ഞാനിവിടെ ജോലിക്ക് വന്നതാണ്," അവൾ പതിയെ പറഞ്ഞു. "അതിന് പുതിയ അപ്പോയിൻമെൻറ്റ്സ് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ," അയാൾ പറഞ്ഞു. "അത് ഇവിടുത്തെ വെങ്കടേഷ് എന്ന് പറഞ്ഞൊരു സാറിനെ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്," അവൾ പറഞ്ഞു. "അതെയോ? ഞാൻ സാറിനെ വിളിക്കാം. സാറിവിടെ ഉണ്ടായിരുന്നു," അതും പറഞ്ഞ് അയാൾ ഒന്നും ചുറ്റും നോക്കി. "ആ, ദാ നിൽക്കുന്നു സാറ്, വരൂ," അയാൾ അവളെ വിളിച്ചു. അവൾ അയാളുടെ കൂടെ തന്നെ ചെന്നു. ഒരാൾ ഫോണിൽ ആരോട് സംസാരിച്ചു കൊണ്ട് തിരിഞ്ഞു നിൽക്കുന്നത് കണ്ടു. ഫോൺ ചെയ്ത് കഴിഞ്ഞ് അയാൾ ഫോൺ പോക്കറ്റിലേക്ക് വെച്ചതും കൂടെ വന്ന ചെറുപ്പക്കാരൻ അയാളെ വിളിച്ചു. "സർ," കൂടെ വന്ന ആൾ വിളിച്ചതും അയാൾ തിരിഞ്ഞു നോക്കി. "സർ, ഈ കുട്ടി സാറിനെ കാണാൻ വേണ്ടി വന്നതാണ്," അയാൾ പറഞ്ഞു. അയാൾ അവളെ ഒന്ന് നോക്കി. "എന്താണ്?" അയാൾ ചോദിച്ചു. എന്നോട് ഇന്നു മുതൽ ഇവിടെ ജോലിക്ക് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു," വളരെ പതിയെ അവൾ പറഞ്ഞു. "അതിന് ഇപ്പോൾ ന്യൂ അപ്പോയിൻമെൻറ്റ്സ് ഒന്നും എടുക്കുന്നില്ലല്ലോ?" അത് പിന്നെ എന്നോട് ഇവിടുത്തെ ഡ്രൈവർ ഗോപിയേട്ടൻ, അദ്ദേഹം പറഞ്ഞിട്ടാണ് ഞാൻ." "ഓ, ഞാൻ മറന്നു. ഇന്നലെ എന്നോട് പറഞ്ഞിരുന്നു സാറ് വിളിച്ച്. ഗോപിയേട്ടൻ പറഞ്ഞ ഒരു പെൺകുട്ടി ജോലിക്ക് വരുമെന്ന്. അത് താനാണല്ലേ?" അയാൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. "അതെ." "ആ, അനിൽ. ഇത് എന്താ കുട്ടിയുടെ പേര്?" അയാൾ ചോദിച്ചു. "ദേവയാനി." "ആ, ദേവയാനി. ദേവയാനി ഇന്നു മുതൽ ക്യാഷ് കൗണ്ടറിലായിരിക്കും," വെങ്കടേഷ് പറഞ്ഞു. "സർ, അപ്പോൾ നീലിമ?" "നീലിമയെ കിഡ്സ് സെക്ഷനിലെ ബില്ലിംഗ് സെക്ഷനിലേക്ക് മാറ്റിക്കോളൂ. അല്ലെങ്കിൽ ഞാൻ തന്നെ വന്ന് പറയാം. വരൂ ദേവയാനി." വെങ്കടേഷ് ദേവയാനിയെയും അനിലിനെയും വിളിച്ചുകൊണ്ട് മെയിൻ എൻട്രൻസിലേക്ക് ചെന്നു. വലിയൊരു ബില്ലിംഗ് സെക്ഷനിലേക്കാണ് അവളെ കൊണ്ടുപോയത്. അവിടുത്തെ ക്യാഷ് കൗണ്ടറിൽ ഒരു പെൺകുട്ടി ഇരിക്കുന്നുണ്ട്. വെങ്കടേഷിനെ കണ്ടതും അവർ എഴുന്നേറ്റു. "സർ." "ആ, നീലിമ. ഇത് ദേവയാനി. നമ്മുടെ നാരായണമൂർത്തി സാർ പറഞ്ഞിട്ട് ഇന്നു മുതൽ ജോയിൻ ചെയ്യാൻ വന്നതാണ്. ഇന്നു മുതൽ ഇവിടുത്തെ ക്യാഷ് കൗണ്ടറിൽ ദേവയാനി ആയിരിക്കും," വെങ്കടേഷ് പറഞ്ഞു. നീലിമ ദേവയാനിയെ നോക്കി ചിരിച്ചു. തിരിച്ച് ദേവയാനിയും. "ഒരു കാര്യം ചെയ്, ദേവയാനിക്ക് കാര്യങ്ങളെല്ലാം ഒന്ന് പഠിപ്പിച്ചു കൊടുക്ക്. ഷോപ്പ് ഓപ്പൺ ചെയ്യാൻ ഇനിയും സമയമുണ്ടല്ലോ. അതിനുശേഷം നീലിമ കിഡ്സ് സെക്ഷനിലേക്ക് പോയിക്കോളൂ." "അവിടുത്തെ ബില്ലിംഗ് സെക്ഷൻ നീലിമയ്ക്ക് ഓക്കെ അല്ലേ?" അയാൾ ചോദിച്ചു. "ഓക്കെയാണ് സാർ," അവൾ ചിരിച്ചുകൊണ്ട് തന്നെ മറുപടി പറഞ്ഞു. "എന്നാ നിങ്ങളുടെ ജോലി നടക്കട്ടെ," എന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്നും പോയതും നീലിമ ദേവയാനിയെ നോക്കി. അവളുടെ മുഖത്ത് എന്തോ ഒരു ടെൻഷൻ പോലെ തോന്നിയതും നീലിമ ദേവയാനിയോട് ചോദിച്ചു. "എന്തു പറ്റി? താനെന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്?" "അത് ഞാൻ കാരണം തനിക്ക് ഇവിടെ നിന്നും മാറേണ്ടി വന്നില്ലേ?" ദേവയാനി പറഞ്ഞു. "അതോർത്താണോ ഈ ടെൻഷൻ? താൻ ടെൻഷനാവണ്ട. ഞാൻ മാറാൻ തന്നെ ഇരുന്നതാ. ഇവിടെ വല്ലാത്ത ടെൻഷനാ. പെട്ടെന്ന് ബില്ല് വരും. അപ്പോൾ ഒരുപാട് ആളുകൾ ഈ കൗണ്ടറിന് ചുറ്റും വരും. അത് കാണുമ്പോൾ തന്നെ ടെൻഷനാവും. നമ്മൾ കൈകാര്യം ചെയ്യുന്നത് ക്യാഷ് വിഭാഗമല്ലേ. എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാൽ തീർന്നു. അതിൻ്റെ ഒരു ടെൻഷൻ വളരെ കൂടുതലാണ് എനിക്ക്. ഞാനല്ലെങ്കിലും ഒരാളെ കിട്ടിയാൽ ഉടൻ തന്നെ ഇവിടെ നിന്ന് മാറണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അറിയാലോ, ഈ ഷോപ്പ് ഈ സിറ്റിയിലെ ഏറ്റവും നമ്പർ 1 ഷോപ്പാണ്. അതുകൊണ്ട് തന്നെ രാവിലെ മുതൽ ഷോപ്പ് ക്ലോസ് ചെയ്യുന്നത് വരെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് അവിടെ. എനിക്ക് ടെൻഷൻ താങ്ങാൻ പറ്റാതെ ആവാറുണ്ട് പലപ്പോഴും. അതുകൊണ്ടാണ് സന്തോഷപൂർവ്വം ഞാൻ ഈ ജോലി തന്നിലേക്ക് കൈമാറുകയാണ്," നീലിമ പറഞ്ഞു. അത് കേട്ടപ്പോൾ ദേവയാനിക്കും ചെറിയൊരു ടെൻഷൻ വന്നു. അത് മനസ്സിലാക്കിയതുപോലെ നീലിമ, "താൻ ടെൻഷനാവാൻ വേണ്ടി പറഞ്ഞതല്ല. ടെൻഷൻ അടിക്കാൻ മാത്രം ഒന്നുമില്ല. നമ്മൾ കറക്റ്റായിട്ട് ചെയ്താൽ മതി. പക്ഷേ എനിക്ക് ഒരുപാട് ആളുകളെ കാണുമ്പോൾ വല്ലാതെ നെർവസ് ആവും. പിന്നെ എല്ലാവരും കൂടി തിരക്ക് കൂട്ടുമ്പോൾ പറയണ്ട.
ആദ്യമൊക്കെ ചെറിയ ചെറിയ വെപ്രാളമൊക്കെ ഉണ്ടാകും. ശീലമായിക്കൊള്ളും. ശരിയാകും. നീലിമ അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാ ഞാൻ കാണിച്ചു തരാം എന്താ ചെയ്യേണ്ടതെന്നെല്ലാം. അങ്ങനെ നീലിമ ദേവയാനിക്ക് അവിടെ ഇരുന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. പെട്ടെന്ന് തന്നെ ദേവയാനിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി. ഷോപ്പ് ഓപ്പൺ ആയതും നീലിമ പിന്നെ കാണാം എന്ന് പറഞ്ഞ് അവിടെ നിന്നും അവളുടെ സെക്ഷനിലേക്ക് പോയി. പുതിയ ആളെ കണ്ട അവിടെയുള്ള മറ്റു സ്റ്റാഫുകൾ അവളെ നോക്കി പുഞ്ചിരിച്ചു. അവളും തിരിച്ച് അവർക്ക് മനോഹരമായ പുഞ്ചിരി നൽകി. വർണ്ണശോഭയോടെ ഉള്ള ലൈറ്റുകളാലും അതിമനോഹരമായ വസ്ത്രങ്ങളാലും ആ ഷോപ്പ് മനോഹരമായിരുന്നു. ഡിസ്പ്ലേയിൽ മനോഹരമായ ഡ്രസ്സെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദേവയാനി അവിടെ ഇരുന്ന് ചുറ്റും ഒന്ന് നോക്കി. പിന്നീട് പതിയെ പതിയെ ഷോപ്പിലേക്ക് ആളുകൾ കൂടിക്കൂടി വന്നു. തിങ്കളാഴ്ച ദിവസം ആയതുകൊണ്ട് തന്നെ അധികം തിരക്കുണ്ടായിരുന്നില്ല എന്ന് അവൾക്ക് തോന്നി. അതുകൊണ്ട് തന്നെ ആദ്യം വന്ന ബില്ലുകളെല്ലാം അവൾക്ക് യാതൊരുവിധ ടെൻഷനും നൽകാതെ ക്യാഷ് വാങ്ങി കൈകാര്യം ചെയ്യാൻ പറ്റി. ലഞ്ച് ബ്രേക്ക് സമയത്ത് അവിടേക്ക് വേറെ ഒരു സ്റ്റാഫ് വന്നു. അതുവരെയുള്ള കണക്കുകളും കാര്യങ്ങളും അവൾ കൃത്യമായി അവിടെ രേഖപ്പെടുത്തിയതിന് ശേഷം അവൾ ലഞ്ച് കഴിക്കാനായി പോയി. അവൾ ചെല്ലുമ്പോൾ സ്റ്റാഫ് റൂമിൽ നീലിമയും ഉണ്ടായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു ദേവയാനി ഹാഫ് ഡേ വരെ? അവൾ ചോദിച്ചു. കുഴപ്പമില്ല, ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. ആദ്യത്തേതെല്ലാം ചെറിയ ബില്ലുകളായിരുന്നു. അതെയോ? വെഡ്ഡിംഗ് പർച്ചേസിംഗ് ഒക്കെ കയറിയിട്ടുണ്ട്. അതിൻ്റെ ബില്ലെല്ലാം വരുമ്പോൾ ആളുകൾ കുറച്ച് നമ്മളോട് ഡിസ്കൗണ്ടൊക്കെ ചോദിക്കും. അതിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു തന്നത് ഓർമ്മയുണ്ടല്ലോ. മറക്കാതെ അതുപോലെ ചെയ്താൽ മതി കേട്ടോ. എന്നാൽ നമുക്ക് ഭക്ഷണം കഴിച്ചാലോ? അല്ല, താൻ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടോ? നീലിമ അവളുടെ കയ്യിലെ ബോക്സ് കണ്ട് ചോദിച്ചു. ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, ദേവയാനി പറഞ്ഞു. അതെയോ? ഇവിടെ മെസ്സുണ്ട്, നമുക്ക് ഫുഡ് ഫ്രീ ആണ്, നീലിമ പറഞ്ഞു. നമ്മൾ രാവിലെ വിശദമായിട്ട് പരിചയപ്പെട്ടില്ലല്ലോ. എൻ്റെ പേര് മാത്രമല്ലേ പറഞ്ഞുള്ളൂ? എൻ്റെ പേര് നീലിമ. വിവാഹം കഴിഞ്ഞിട്ടില്ല. പെണ്ണ് കാണലെല്ലാം തകൃതിയായി നടക്കുന്നുണ്ട്. വീട്ടിൽ അച്ഛൻ, അമ്മ, ഞാൻ, ഒരനിയത്തി. ഞങ്ങൾ ഇത്രയും പേരാണുള്ളത്. അനിയത്തി +1 പഠിക്കുന്നു. അച്ഛൻ ബസ് ഡ്രൈവറാണ്. അമ്മ ഞങ്ങളുടെ അടുത്ത് തന്നെയുള്ള ഒരു കാറ്ററിംഗ് ഉണ്ട്, അവിടെ ജോലിക്ക് പോകുന്നു. വളരെ കൊച്ചു സന്തുഷ്ടമായ കുടുംബമാണ് എൻ്റേത്, നീലിമ പറഞ്ഞു. നീലിമ അത് പറയുമ്പോൾ ദേവയാനിയുടെ മുഖം മാറി. അവളുടെ നെഞ്ച് വിങ്ങുന്നത് പോലെ തോന്നി. എന്നാലും അവളുടെ സങ്കടം പുറത്ത് കാണിക്കാതിരിക്കാൻ അവൾ മാക്സിമം ശ്രമിച്ചു. അവളും നീലിമയും ഒരുമിച്ചാണ് മെസ്സിലേക്ക് കയറി ചെന്നത്. നീലിമ അവിടെ ചെന്ന് ഫുഡ് എടുത്തു കൊണ്ടുവന്നു. ദേവയാനി വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫുഡ് തുറന്നു. നീലിമ അവളുടെ പാത്രത്തിൽ നിന്നും കറികളെല്ലാം എടുത്ത് രുചിച്ചു നോക്കി. ആഹാ, കൊള്ളാലോ, നന്നായിട്ടുണ്ടല്ലോ. അതൊക്കെ പോട്ടെ, തൻ്റെ വീട്ടിൽ ആരൊക്കെയുള്ളത്? അത് പറഞ്ഞില്ലല്ലോ. അത് പിന്നെ എൻ്റെ വീട് ഇവിടെയല്ല. അച്ഛനും അമ്മയും ചേച്ചിയാണ്, അവരൊക്കെ നാട്ടിലാണുള്ളത്. അപ്പോൾ താനിവിടെ ഹോസ്റ്റലിലാണോ? നീലിമ ചോദിച്ചു. അല്ല, ഞാനും എൻ്റെ മോനും ഒരുമിച്ച് ഇവിടെ ഒരു വീടെടുത്തിട്ടുണ്ട്, അവിടെയാണ്. അപ്പോൾ തൻ്റെ വിവാഹം കഴിഞ്ഞതാണോ? പെട്ടെന്ന് നീലിമ ദേവയാനിയോട് ചോദിച്ചു. അതെ, എനിക്ക് 3 വയസ്സുള്ളൊരു മോനുണ്ട്. അപ്പോൾ തൻ്റെ ഭർത്താവോ? അത് ഞങ്ങൾ ഡിവോഴ്സാണ്. ദേവയാനി അത് പറഞ്ഞപ്പോൾ അവളുടെ കണ്ണുകൾ നിറയുന്നത് നീലിമ ശ്രദ്ധിച്ചു. പെട്ടെന്ന് തന്നെ വിഷയം മാറ്റാനായി അവൾ ശ്രദ്ധിച്ചു. താനിപ്പോൾ എങ്ങനെയാണ് പോകുന്നത്? ഇവിടെ അടുത്ത് തന്നെയാണോ താമസിക്കുന്നത്? ദേവയാനിയോട് നീലിമ ചോദിച്ചു. അല്ല, ഇവിടുന്ന് ഒരു അരമണിക്കൂർ യാത്രയുണ്ട്. ഞാൻ 2 വീലറുണ്ട്, അതിലാണ് വരുന്നത്, അവൾ പറഞ്ഞു. എവിടെയാ തൻ്റെ വീട്? ഞാൻ ചിറ്റൂരാണ് താമസിക്കുന്നത്. അതെയോ? അപ്പോൾ ഞാൻ അങ്ങോട്ടാണ്. എൻ്റെ വീട് വടുതലയാണ്. അപ്പോൾ എനിക്ക് കൂട്ടായാലോ? എന്നാൽ ഇന്നു മുതൽ തൻ്റെ ഒപ്പമാക്കാം യാത്ര. എന്ത് പറയുന്നു? എന്നെ കൂട്ടുമോ തൻ്റെ കൂടെ? നീലിമ ചോദിച്ചു. അതിനെന്താ, നമുക്ക് ഒരുമിച്ച് പോകാലോ, അവളും സന്തോഷത്തോടെ പറഞ്ഞു. ഭക്ഷണം കഴിച്ച് നീലിമ അവളുടെ സെക്ഷനിലേക്കും ദേവയാനി ക്യാഷ് കൗണ്ടറിലേക്കും ചെന്നു. വൈകുന്നേരത്തോടു കൂടി അവിടെ തിരക്ക് കൂടി വന്നു. അന്ന് വളരെ ഭംഗിയായി തന്നെ അവൾ കൈകാര്യം ചെയ്തു. വൈകിട്ട് ചായ കുടിക്കാൻ ബ്രേക്ക് ടൈം ആയപ്പോൾ അവൾ വിളിച്ച് രാധചേച്ചിയുടെ ഫോണിലേക്ക് മോൻ്റെ കാര്യങ്ങൾ ചോദിച്ചു. മോനെ ഡേ കെയറിൽ നിന്ന് കൊണ്ടുവന്നു എന്ന് രാധചേച്ചി പറഞ്ഞു. കുറച്ചു നേരം മോനോട് ഫോണിൽ സംസാരിച്ചതിന് ശേഷമാണ് അവൾ തിരിച്ച് ജോലിക്ക് കയറിയത്. രാത്രി 7:30 അവിടെ നിന്നും അവൾ ഇറങ്ങി. എൻട്രൻസിൽ തന്നെ അവൾ കാത്തുനിന്നു. അപ്പോൾ തന്നെ നീലിമയും വന്നു. എന്നാ പോയാലോ? അവൾ ചോദിച്ചു. ദേവയാനി ചിരിച്ചുകൊണ്ട് വണ്ടിയെടുക്കാൻ പോയപ്പോഴാണ് രാവിലെ അവളെ കണ്ട ആ ചെറുപ്പക്കാരൻ അവരുടെ അടുത്തേക്ക് വന്നത്. അനിൽ, നീ ഇറങ്ങാറായോ?
പിന്നെ ഞാൻ ഇറങ്ങുകയാണ്, അയാൾ പറഞ്ഞു. അല്ല, നിങ്ങൾ തമ്മിൽ ഭയങ്കര കൂട്ടായോ? ഞാൻ വിചാരിച്ചു നിന്റെ സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കുമ്പോൾ നിനക്ക് ആ കുട്ടിയോട് ദേഷ്യം കാണുമെന്നാണ് ഞാൻ വിചാരിച്ചത്. അതെന്തിനാ ഞാൻ ദേഷ്യം കാണിക്കുന്നത്? നീലിമ ചോദിച്ചു. അല്ല, നിന്റെ ജോലിയല്ലേ ആ കുട്ടിക്ക് കൊടുത്തത്, അതുകൊണ്ട് പറഞ്ഞതാണ്. നീ പോടാ, ഞാൻ കളക്ടർ ജോലിയാണല്ലോ എടുത്തത്. എൻ്റെ സ്ഥാനം തട്ടിയെടുക്കാൻ വന്നതാണല്ലോ ദേവയാനി. അതുകൊണ്ട് എനിക്ക് അവളോട് ദേഷ്യമുണ്ട്. അത് കേട്ടാൽ പോരെ നിനക്ക്? കുറച്ച് സമാധാനമായില്ലേ? ഇനി പോയി കിടന്നുറങ്ങിക്കോ, അവൾ പറഞ്ഞു. അവർ രണ്ടുപേരും സംസാരിക്കുന്നത് കേട്ട് ദേവയാനി അടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. രാവിലെ വിശദമായിട്ട് പരിചയപ്പെടാൻ പറ്റിയില്ല. എൻ്റെ പേര് അനിൽ. ഞാൻ കളമശ്ശേരിയിലാണ് താമസിക്കുന്നത്. വീട്ടിൽ അമ്മ, അച്ഛൻ, ഒരു സഹോദരി, പിന്നെ ഒരു സഹോദരൻ ആണുള്ളത്. ഇനി വിശദമായിട്ട് നമുക്ക് നാളെ പരിചയപ്പെടാം. ഇപ്പോൾ സമയം ഒത്തിരി ആയില്ലേ? അല്ല, നിങ്ങളെങ്ങനെയാണ് പോകുന്നേ? വണ്ടിയുണ്ട്, ദേവയാനി പറഞ്ഞു. അതെയോ, ഞാനും വണ്ടി എടുക്കാൻ പോവുകയാ, വാ എന്ന് പറഞ്ഞ് അനിൽ മുന്നേ നടന്നു. പുറകെ തന്നെ ദേവയാനിയും. അവൾ ചെന്ന് അവളുടെ വണ്ടി എടുത്തു. അനിൽ അവൻ്റെ ബൈക്കും എടുത്തു. അവൾ എൻട്രൻസിൽ വരുമ്പോൾ അവിടെ നീലിമ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. നീലു, നീ വടുതല ഭാഗത്തേക്കല്ലേ? അപ്പോൾ ദേവയാനിയുടെ വീട്? ഞാൻ ചിറ്റൂരാണ് താമസിക്കുന്നത്, അവൾ പറഞ്ഞു. അതെയോ, എന്നാൽ നമുക്ക് ഒരുമിച്ച് പോകാം. ഞാനും ആ വഴിക്കാണ്. ഇപ്പോൾ എടപ്പള്ളി പാലാരിവട്ടം കൂടി പോയാൽ പറ്റില്ല, ബ്ലോക്കായിരിക്കും. അതിൽ നല്ലത് ഈ വഴി തന്നെയാണ്. അതും പറഞ്ഞ് അനിൽ ഹെൽമറ്റ് എടുത്തു വെച്ചു. അല്ല നീലു, നിനക്ക് ഹെൽമറ്റ് ഇല്ലല്ലോ, അപ്പോൾ എന്തു ചെയ്യും? പിന്നെ ഈ രാത്രി ആരാ ഹെൽമറ്റ് നോക്കുന്നത്? നാളെ ഞാൻ സംഘടിപ്പിക്കും. ഇനി മുതൽ എൻ്റെ സാരഥി ദേവയാനിയാണ്. അതുകൊണ്ട് ഹെൽമറ്റ് എന്തായാലും സംഘടിപ്പിച്ചേ പറ്റൂ. വീട്ടിൽ അച്ഛൻ്റെ ഹെൽമറ്റ് ഇരിക്കുന്നുണ്ട്, അതടിച്ചു മാറ്റാൻ നോക്കണം, അവൾ പറഞ്ഞു. അങ്ങനെ അവർ 2 വണ്ടികളിലായി യാത്ര തിരിച്ചു. ഇടയ്ക്ക് അനിൽ അവരോട് സംസാരിക്കുന്നുണ്ട്. ആളുകൾ ജോലി കഴിഞ്ഞ് പോകുന്നതിൻ്റെ തിരക്കും റോഡിലുണ്ടായിരുന്നു. വാഹനങ്ങളുടെയും ആളുകളുടെയും തിരക്ക് മൂലം പലപ്പോഴും അനിൽ മുന്നിൽ കയറിപ്പോകും. എന്നാൽ ഇവരെ കാണാതെ അവൻ എവിടെയെങ്കിലും നിൽക്കും. ഇവർ അടുത്തേക്ക് ചെല്ലുന്നതിന് ശേഷമാണ് അവൻ വണ്ടിയെടുക്കുന്നത്. അങ്ങനെ വടുതല പാലത്തിനടുത്ത് നീലു ഇറങ്ങി. അപ്പോഴാണ് അവളെ കാത്ത് അവിടെ ഒരു സ്ത്രീ നിൽക്കുന്നത് ദേവയാനി കണ്ടത്. ഇതാണ് എൻ്റെ അമ്മ. ഞാൻ ബസ്സിൽ വരുമ്പോൾ എന്നെ കൂട്ടിക്കൊണ്ടുവരാൻ എപ്പോഴും വന്നിവിടെ നിൽക്കും, നീലു പറഞ്ഞു. ഞാൻ അമ്മയെ വിളിച്ച് പറഞ്ഞിരുന്നു ഇങ്ങനൊരു കൂട്ടുകാരിയുടെ ഒപ്പമാണ് വരുന്നതെന്ന്. അതുകൊണ്ടാണ് അമ്മ ഇന്ന് വേഗം വന്ന് നിന്നത്. എന്നും വരുന്നതിൽ നിന്നും ഞാൻ നേരത്തെ അല്ലേ അമ്മ? ഇനി മുതൽ എൻ്റെ സാരഥി ഇവളാണ്. അതുകൊണ്ട് ഇനി ഞാൻ നേരത്തെ വരൂട്ടോ, നീലിമ പറഞ്ഞു. മോളുടെ പേരെന്താണ്? നീലുവിൻ്റെ അമ്മ ചോദിച്ചു. ദേവയാനി. അതെ, പരിചയപ്പെടലെല്ലാം രാവിലെ ആകാം. ഇതിനെയും കൂടി അവിടെ ആക്കിക്കൊടുത്തിട്ട് വേണം എനിക്ക് പോകാൻ, വലിയ കാര്യം പറയുന്നത് പോലെ അനിൽ പറഞ്ഞു. പിന്നെ എന്ന് നീ ഞങ്ങൾക്ക് എക്സ്കോട്ട് വരികയല്ലേ? അതെ, ഇനി മുതൽ എന്നും എസ്കോട്ടായിട്ട് ഞാനുണ്ടാവും. ഈ രാത്രി പെൺകുട്ടികളെ ഒറ്റയ്ക്ക് വണ്ടിയിൽ വിടുന്നതേ ശരിയല്ല, അല്ലേ അമ്മേ? അവൻ നീലുവിൻ്റെ അമ്മയോട് ചോദിച്ചു. അതെ മോനെ, മോനും കൂടി ഉണ്ടെങ്കിൽ ഒരു ധൈര്യമാണ് അമ്മയ്ക്ക്, അവർ പറഞ്ഞു. ബെസ്റ്റ്. കള്ളൻ്റെ കയ്യിലാണോ അമ്മ താക്കോല് കൊടുക്കുന്നത്? നീലു അത് പറഞ്ഞതും അവളുടെ അമ്മ അവളുടെ കയ്യിലൊന്നടിച്ചു. ഈ കഥ കേട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ പറയാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സ്വന്തം കാർത്തിക. ലവ് യു ഓൾ. ടാറ്റാ.